ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം. ആരാണ് ഈ ജോൺ മൈക്കിൾ ഡി കുന? നിയമസംവിധാനത്തിൻ്റെ നന്മ കാത്തു സൂക്ഷിച്ച നല്ലൊരാൾ. ജയലളിതയെ ജയിൽ ലളിതയാക്കിയ ജഡ്ജി ജോൺ മൈക്കിൾ ഡി കുനയ്ക്ക് നാടകമേ ഉലകത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ജനത്തിന് പാർട്ടിയോടുള്ള വിശ്വാസം പോയി, അപ്പോൾ പാർട്ടിക്ക് വിശ്വാസം കൂടി. ക്ഷേത്ര ദർശനമാവാം, ഗണേശോത്സവത്തിൽ പങ്കുചേരാം, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാം, സാമ്പത്തിക ജാതി സർവേ നടത്താം, ശമ്പളം കൊടുത്ത് പ്രചാരണമാവാം. ജനങ്ങളെ കൂടെ നിർത്താൻ എന്തും ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് CPM. ഏറ്റവും വലിയ വിപ്ലവം ഇതൊന്നുമല്ല. ആലപ്പുഴയിൽ പാർട്ടിക്കാരെ ഐസാക്കി ഐസക് സാറിൻ്റെ മലിന വിപ്ലവം. മാലിന്യ സംസ്കരണം ജനകീയമാക്കാനാണ് നീക്കം. നാട്ടിലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കലാണ് ലക്ഷ്യം. ബുദ്ധിജീവിയാണെന്ന് തെളിയിക്കാൻ തോമസ് ഐസക് വളരെ വൈകിപ്പോയി. പാർട്ടിയിലെ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ഈ പാർട്ടി എന്നേ നന്നായേനെ. മലിന വിപ്ലവം ഇത്തരത്തിൽ വിപുലീകരിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചും വിപുലീകരിച്ച പദ്ധതി കണ്ണൂരിൽ തുടങ്ങി കേരളമാകെ വ്യാപിക്കട്ടെ എന്നാശംസിച്ചും ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. 2000 ഏക്കർ സ്ഥലം, വെറും 28 കിലോ സ്വർണം, 800 കിലോ വെള്ളി, 10500 സാരികൾ, 750 ജോഡി ചെരുപ്പുകൾ, 91 ബ്രാൻഡഡ് വാച്ചുകൾ, 4 വർഷം തടവ്, 6 വർഷം വിലക്ക്, 100 കോടി പിഴ, കണക്കില്ലാത്ത പഴി. ജയലളിത ജയിൽ ലളിതയായത് എത്ര പെട്ടെന്നാണ്. അപ്പ് ആൻഡ് ഡൗൺ, മുകളിൽ ഒരാളുണ്ടെന്ന് വെറുതെ പറയുന്നതല്ല. കുറ്റം തലൈവിയുടെ തലയ്ക്കായി. ഈ തലൈവേദന തലൈവിയുടെ തലൈവര എന്നല്ലാതെ മറ്റെന്തു പറയാൻ. മംഗൾയാൻ ചൊവ്വയിലെത്തിയപ്പോൾ ഉങ്കൾയാൻ എത്തിയത് ശനിയിലാണ്. ഇന്ത്യയുടെ പര്യവേഷണ പേടകം മംഗൾയാൻ നേരെ ചൊവ്വയിലെത്തി. ചൊവ്വാദോഷമേ ഉണ്ടായില്ല. തൊട്ടു പിന്നാലെ തമിഴ്നാടും ഒരെണ്ണം തൊടുത്തു. ശനി ലക്ഷ്യമാക്കിയാണ് വിക്ഷേപണം. പേര് ഉങ്കൾയാൻ. 4, 3, 2, 1, 0, +1, +2. പേടകം പര്യവേഷണത്തിന് തയ്യാറാകാൻ 18 വർഷം വേണ്ടിവന്നു. പ്രമുഖ ബഹിരാവേശ അസ്ത്രജ്ഞന്മാരായ സുബ്രഹ്മണ്യം സ്വാമി, കരുണാനിധി, അൻപഴകൻ എന്നിവരാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്തത്. അൻപരുക്ക് അൻപനെ സൂക്ഷിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. കടുപ്പമേറിയ ഭാരമാണെങ്കിലും ഉങ്കൾയാനെ കണ്ടയുടൻ ശനിയങ്കിളിന്റെ ഭ്രമണപഥം പൂർണ്ണ മനസ്സോടെ ആകർഷണ വലയത്തിലാക്കി. ആദ്യം ശനിദശയുടെ വലയത്തിലൂടെ ചില മണിക്കൂറുകൾ, പിന്നെ കണ്ടകശനിയുടെ വലയത്തിലൂടെ ശനിയെ വലം വെച്ചു. ശേഷം ശനിയിൽ പൂർണ്ണമായി പ്രവേശിച്ചു. ഉങ്കൾയാനെ ശനിയിൽ 4 വർഷം ചുറ്റിക്കറങ്ങേണ്ടി വരും. ശേഷം മടക്കയാത്ര. മടക്കയാത്ര തമിഴ്നാട്ടിൽ കാലുകുത്താൻ
6 വർഷം അധികമെടുക്കും. ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ജയലളിത ജനത്തിനു വേണ്ടി ചെയ്തു വരികയായിരുന്നു. മുഖം മിനുക്കി വന്നപ്പോഴാണ് പെട്ടെന്ന് മുഖത്തടി കിട്ടിയത്. കണക്കിൻ്റെ കാര്യത്തിൽ സുധീര ഗാന്ധി കീറു കൃത്യമാണ്. കൂട്ടലും കിഴിക്കലും കൂട്ടിക്കിഴിക്കലും കൂട്ടിപ്പിടിക്കലും കൂട്ടിപ്പിഴിക്കലും കൂട്ടിപ്പൊരിക്കലും കൂട്ടിപ്പിരിക്കലും സുധീര ഗാന്ധിയുടെ ദിനചര്യകളാണ്. നാട്ടിൽ പണമില്ലെങ്കിലും പാർട്ടിക്കാർ പണം പിരിച്ചേ മതിയാകൂ. പിരിക്കാനും പിരിക്കേണ്ട വിധം തിരിച്ചു കൊടുക്കാനും സുധീരഗാന്ധിയുടെ ഉപദേശം കേട്ടേ തീരൂ. സുധീരഗാന്ധി താഴെത്തട്ടിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇപ്രകാരമാണ്. നവംബർ 4 മുതൽ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന ജനപക്ഷ യാത്ര ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, ജനകീയ പ്രശ്നങ്ങൾ അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 8 തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ യാത്രയിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചുമതല കൂടി KPCC നൽകുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് KPCC. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ധനം സമാഹരിക്കേണ്ടി വരും. സാമ്പത്തികമായ ഒരു നല്ല ശക്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ KPCC എല്ലാ ബൂത്തുകളിലേക്കും 15,000 രൂപയുടെ കൂപ്പണാണ് തരുന്നത്. വളരെ ഉദാരമായ രീതിയിൽ തന്നെ 15,000 രൂപയുടെ കൂപ്പൺ നിങ്ങൾക്ക് നൽകുകയാണ്. 40 നീ എടുത്തു, 60 മതി. KPCCക്ക് 5,000 രൂപ മാത്രമേ അധികം തരേണ്ടതുള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. KPCCക്ക് 5,000 രൂപ, ഒരു 5,000, 2,500 രൂപ DCCക്ക്, 2,000 രൂപ ബ്ലോക്കിന്. ശരി, 500 ഉറപ്പിച്ചോ. ബാക്കി വരുന്നത് മണ്ഡലത്തിന് 200, 100 രൂപയുടെ. ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ബൂത്തിന് ഈ മണ്ഡലം കഴിച്ച് ബാക്കി വരുന്ന 3,500 രൂപ ബൂത്തിനാണ്. ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. പുഴിക്കത്തില്ലടാ. നിങ്ങളത് ഇഷ്ടം പോലെ ആലോചിച്ച് തീരുമാനിക്കും. നിങ്ങൾക്ക് അത്രയും അങ്ങനെ സഹായിക്കാനേ ഇപ്പം ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സജീവമായി ഇടപെട്ട് പോകണം. നമ്മുടെ ജനങ്ങളെ കാണണം. നമുക്കടുത്ത തമാശയൊക്കെ പറയാമെങ്കിലും ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ജനങ്ങളെ സമീപിച്ചാൽ ജനങ്ങൾ നമ്മളെ കൈവിടില്ല. നമ്മുടെ പീസ് ജോർജിന് ചില നേരം ബന്ധുക്കളെക്കാൾ ഇഷ്ടം ജന്തുക്കളെയാണ്, മറ്റു ചിലപ്പോൾ ജന്തുക്കളെക്കാൾ ഇഷ്ടം ബന്ധുക്കളെയാണ്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടെന്ന് പരിശോധിക്കുകയാണ് ഇനി ചില നിമിഷങ്ങൾ. പീസും മുറയും. ഇവിടെ ഏറ്റവും രസം കുരങ്ങിനെ വേണം. എല്ലാവരും ചാനൽ ചർച്ച വന്നപ്പോ എല്ലാവരും കുരങ്ങിന് വേണ്ടി ബാധിക്കുക. ഞാനും കടയിൽ നിന്ന് മനുഷ്യൻ വേണ്ടടാവും. കുരങ്ങും കടുവായി സിംഹവും ഒക്കെ വന്ന് മനുഷ്യൻ വേണ്ടെന്ന് പറഞ്ഞ് ഇതിന്റെ ഒക്കെ നാവ് പട്ടിയെ തട്ടി ഓടി നടക്കാം. എന്റെ എന്നാ വലിപ്പമായ കോഴിക്കൊക്കെ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ ഇന്നലെ മുട്ട പട്ടിയെ തട്ടി നടക്കാം. എന്തൊരു കഷ്ടകാല നിങ്ങൾ പറയാം. നല്ലോണം മുളകും മല്ലി അരച്ചെങ്കിൽ പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വലിയ വെച്ചേ പന്നിയെ തട്ടി നടക്കാൻ പാടില്ല. പന്നിയെ വെടിവെക്കാൻ പാടില്ല. ദൈവം നമ്പർ ഞാൻ മടുത്ത കാര്യം. 50 രൂപയാണ് നഷ്ടം. എന്നാലും ആദ്യത്തെ കച്ചവടം ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയത്. പന്നിയെ വെടിവെക്കാം, പക്ഷേ പന്നി ഗർഭമുണ്ടോന്ന് പരിശോധിച്ചോ. എന്റെ എന്നാ വലിപ്പമായ കോഴിക്കൊക്കെ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ ഇന്നലെ മുട്ട നല്ലോണം മുളകും മല്ലി അരച്ചെങ്കിൽ പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വലിയ വെച്ചേ 50 രൂപയാണ് നഷ്ടം. എന്നാലും ആദ്യത്തെ കച്ചവടം ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയത്. മുഖം നോക്കാതെ എന്തും പറയുന്ന ആളാണ് പീസ് ജോർജ്. ഇത്തവണ കണക്കിന് കിട്ടിയത് മുൻ പ്രധാനമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കുമാണ്. നമ്മുടെ അധികാരം ഒഴിഞ്ഞ നമ്മുടെ UPA ഗവൺമെന്റിന്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആ ബൊമ്മയും, ഞാൻ ആ വാക്കുകൾ പഴകരുത്, ബൊമ്മയും കോൺഗ്രസ്സുകാരെ ശേഷം ആ ബൊമ്മയും
മലയാളിയുടെ ശത്രുവായ ഏപ്യൻ എന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്ന ധനകാര്യമന്ത്രി ചിദംബരം ചേർന്നുകൊണ്ട് പാവപ്പെട്ട കർഷകരെ കുപ്പിയിലിറക്കിക്കുന്നതാണ് സത്യം. ഒരു മടിയില്ല. ഞാൻ എപ്പോഴും പ്രാകാറുണ്ട് ഇവരെ ഈ ചിദംബരം അവനെ തലയടിച്ചു പോലെ ഞാൻ പബ്ലിക്കായിട്ട് പറയാറ്. മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. അദ്ദേഹം മകൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. കെട്ടിവെച്ചത് കിട്ടിയില്ല, അറിഞ്ഞില്ലായിരുന്നു, കിട്ടിയില്ല. എവരെ ഒന്ന് നിർത്തണമായിരുന്നു, 100 വോട്ട് അവരെ കിട്ടുകയായിരുന്നു. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. അത്ര ജനദ്രോഹിയാണ്. ഇവരൊക്കെ കൂടിയാണ് ഈ കോൺഗ്രസിനെ ഈ പരുവാക്കിയത് എന്റെ അഭിപ്രായം. താമരയ്ക്ക് നാട്ടിലിപ്പോൾ നല്ല ഡിമാൻഡാണ്. അത് വാടാതെ നോക്കേണ്ടത് പാർട്ടിക്കാരുടെ കടമയാണ്. അത് നിറവേറ്റാൻ കഠിന അധ്വാനികളായല്ല കഠിനാധ്വാനികളായി മാറുകയാണ് നേതാക്കൾ. കൂടുതൽ പേരും ഇടതുമാറി പാർട്ടിയിലേക്ക് വരുന്നവരാണല്ലോ. ആ വഴിക്ക് ചില വിപ്ലവ ഗാനങ്ങൾ പോലും BJP മാറ്റിപ്പാടുകയാണ്. സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകളും വിടർന്ന താമര മുകുളങ്ങളും BJP പക്ഷവരികളാണല്ലോ. അത് പാടിക്കേൾപ്പിക്കാൻ ആദ്യകാല സഖാവും പുതിയകാല BJP-കാരനുമായ CK പത്മനാഭൻ തന്നെ വേണം. നാളെ റെക്കോർഡ് ചെയ്യാനുള്ളതാ. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ മരണകളിരമ്പും സ്മാരകങ്ങളെ. ഉറങ്ങാനിപ്പോ പാട്ട് കൂടിയേ തീരുന്നായി. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ മരണകളിരമ്പും സ്മാരകങ്ങളെ. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ സിന്ദൂരമാലകൾ. സാധനം എങ്ങനെയുണ്ട്? ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. രാഷ്ട്രീയത്തിൽ തമാശകൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. പക്ഷേ തമാശക്കാർ വല്ലപ്പോഴുമേ ഉണ്ടാകാറുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ആധുനിക തമാശകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് NCP എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കേരള പവാർ ശ്രീ ഉഴവൂർ വിജയനാണ്. എത്ര സീരിയസ് കാര്യവും പുള്ളിക്കാരൻ വളിച്ചു പുളിച്ച തമാശയായേ പറയൂ. ഇനി ഈ സർക്കാരിൻ്റെ അന്ത്യനാളുകളിൽ വെള്ളം കൊടുക്കാൻ VM സുധീരൻ പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ എടുത്താൽ മതി. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പിന്നെ ഇച്ചിരി കാശിൻ്റെ കുറവ് ഖജനാവിനുണ്ട്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഏറ്റവും വലിയ വിഷയം റബ്ബർ കർഷകർ ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥിതിയാണ്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. മണിസാറാണ് റബ്ബറിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന പാർട്ടിയുടെ ആളുകളാണ്. അധ്വാനവർഗത്തിൻ്റെ പടവാൾ, കൊടുവാൾ, വടിവാൾ. ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നതല്ല. ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം ആചരണം ഞങ്ങൾ ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചേൽ. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഞങ്ങൾ സമരം വരുമ്പോൾ സമരം തോറ്റേ എന്ന് പറഞ്ഞു. ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നതല്ല. അഹങ്കാരത്തിൻ്റെ ആനപ്പുറത്ത് കയറി ധിക്കാരത്തിൻ്റെ വെഞ്ചാമര പിടിക്കുന്ന മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. NCP ആണ് ഗാന്ധിയൻ തത്വസമിതിയിൽ മാത്രം നിലകൊണ്ട് പോകുന്നത്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. NCPയെ സംബന്ധിച്ചിടത്തോളം ലഹരി വിമുക്ത സംസ്ഥാനമായി കേരളം മാറണമെന്നാണ്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. പ്രസവിക്കാൻ പോലും നിവൃത്തിയുണ്ടോ ഈ സർക്കാർ വന്നപ്പോൾ ക്യാമറയായിട്ട് നിൽക്കുകയാണ്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു സ്കിൻ അവാർഡ് 2014 കൊടുത്താൽ യാതൊരു തെറ്റും. ഇതുപോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നതല്ല. AK ആന്റണി അത്ര മോശമല്ല. AK-47 നിന്നതായി ഇത്രയും കാലം. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. സംഭവാമി യുഗേ. ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നതല്ല. സന്തോഷം വന്നാൽ കൂടി, സങ്കടം വന്നാൽ കൂടി, അപ്പൻ മരിച്ചാൽ കൂടി, അപ്പം മരിച്ചില്ലെങ്കിൽ കൂടി. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഹിന്ദു കുടിയന്മാർ, ക്രിസ്ത്യൻ കുടിയന്മാർ, ഈഴവ കുടിയന്മാർ, നായർ കുടിയന്മാർ, പിന്നോക്ക കുടി, മുന്നോക്ക കുടി, അങ്ങനെ എല്ലാ കുടിയാണ്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഓണത്തിന് പണ്ട് തുമ്പി തുള്ളുകയായിരുന്നു, ഇപ്പം തമ്പിയുടെ മീതെ കയറിയിരുന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഞാൻ തമാശയായിട്ടൊന്നും പറയുന്നതല്ല. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഇതുവരെയുള്ള പണി വളരെ ബോധിച്ചു. നാളെ മുതൽ ഇങ്ങോട്ട് വരരുത്. ഒരു കണക്കിന് നമ്മുടെ കേരളം എത്രയോ ഭേദം. കൊള്ള നടത്തി കുറ്റക്കാരിയെന്ന് തെളിഞ്ഞിട്ടും ജയലളിതയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും കരയാനും ചാവാനും തയ്യാറാകുന്നവർക്ക് പാർട്ടിയോടോ നേതാവിനോടോ സ്നേഹമല്ല, ഭക്തിയാണ്. ഇവിടെ കേരളത്തിൽ ഒരാൾ കള്ളനെന്നോ കള്ളിയെന്നോ തെളിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. തെറ്റ് ചെയ്തവനെ തള്ളിക്കളയുമെന്ന നല്ല കാര്യം ഇവിടെ സംഭവിക്കും. നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ അഭിമാനപൂർവ്വം ഇന്ന് വിടവാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.
ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റിത്തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം